को फिल्मों का ऑफर देने वाले डायरेक्टर सनोज मिश्रा को रेप केस में गिरफ्तार किया गया है। सनोज നമസ്കാരം. മൊണാലിസയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കുംഭമേളയിലെ വൈറൽ ഗേളായ മൊണാലിസ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ മാസം തന്റെ ജുവലറി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുംഭമേള വഴി പിന്നീട് പ്രശസ്തിയിലേക്ക് വന്ന വൈറലായ നാടോടി പെൺകുട്ടി മൊണാലിസ. മാല കച്ചവടമായിരുന്നു പണി. അവളുടെ കണ്ണുകളുടെ സൗന്ദര്യം കൊണ്ട് ചാരക്കണ്ണുള്ള സുന്ദരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വാനോളം പുകഴ്ത്തിയ മൊണാലിസ. ഇവിടെ ഈ മൊണാലിസ നമ്മുടെ ഇവിടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ, ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അവിടെ ആ മൊണാലിസയുടെ കൂടെ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു. ആ സംവിധായകന്റെ പേര് സനോജ് മിശ്ര എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. അതായത് മൊണാലിസ ഞാൻ സിനിമയിലേക്ക് അവസരം കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംവിധായകനുണ്ട്. ഇപ്പൊ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ആദ്യം ഇതിന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. പോസ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുംഭമേളയ്ക്കിടെ വൈറലായ പെൺകുട്ടിയെ സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി പീഡനം, സംവിധായകൻ അറസ്റ്റിൽ. സംവിധാനം ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന സംവിധായകൻ അറസ്റ്റിൽ എന്നുള്ള ഒരു പോസ്റ്റ് കണ്ടു. അതിനോടൊപ്പം ഞാൻ നോക്കിയ മലയാള ചാനലുകളൊന്നും ഇതിനെക്കുറിച്ച് വലിയ വാർത്തകളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഹിന്ദി ചാനലുകൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ക്ലിപ്പിങ്ങും കൂടി ഇവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ പറയാം. प्रयागराज महाकुंभ 2025 के दौरान वायरल हुई मोनालिसा को फिल्मों का ऑफर देने वाले डायरेक्टर सनोज मिश्रा को रेप केस में गिरफ्तार किया गया है। सनोज पर आरोप है कि फिल्मों में काम दिलाने के नाम पर उन्होंने एक लड़की का रेप किया और उसका वीडियो बना लिया। इसके बाद वीडियो लीक करने की धमकी देकर कई बार उसका यौन शोषण किया। मामले में दिल्ली हाई कोर्ट ने सनोज मिश्रा की जमानत याचिका खारिज कर दी है। इसके बाद दिल्ली पुलिस ने उन्हें गिरफ्तार कर लिया है। ഓക്കെ, ഈ വാർത്ത ഇങ്ങനെയാണ്. അതായത് കുംഭമേളയിൽ കൂടി പ്രസിദ്ധി ആർജിച്ച ഈ പറയുന്ന മൊണാലിസയെ എന്ത് ചെയ്തു? ആ ഡയറക്ടർ കൂടിയായ എന്താണ് ഈ പറയുന്ന സനോജ് മിശ്ര പീഡിപ്പിച്ചു. അതായത് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാഗ്ദാനം കൊടുത്തു പീഡിപ്പിക്കുക മാത്രമല്ല, എന്ത് ചെയ്തു? പീഡിപ്പിച്ച സമയത്ത് ഇവരുടെ പിന്നെ നഗ്നചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുകയും അതിനുശേഷം അതിനുശേഷം ഇത് പുറത്താക്കും, ഞാനിത് പുറത്തു വിടുമെന്ന് പറഞ്ഞുകൊണ്ട് പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചു. അതുപോലെ 3 തവണ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ഗർഭചിത്രം, അതായത് അബോർഷൻ വരെ ചെയ്തു എന്നുള്ളതാണ് കേസ്. ഈ 2 വാർത്തകളും കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് മൊണാലിസയെ ആയിരിക്കും എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊണാലിസയെ അല്ല പീഡിപ്പിച്ചിരിക്കുന്നത്. ഇത് പീഡിപ്പിച്ചത് ഈ പുള്ളി തന്നെ. അതായത് മൊണാലിസയുടെ കൂടെ ഗോഡ്ഫാദർ ചമഞ്ഞുകൊണ്ട് നടന്ന ഈ പറയുന്ന ഇങ്ങേര് തന്നെയാണ് ഈ പീഡനം നടത്തിയത്. ഈ പീഡനം നടത്തിയത് എങ്ങനെയാ? 2020 28 വയസ്സുള്ള പെൺകുട്ടി എന്നാ പറയുന്നത്. 2020 ഇൻസ്റ്റഗ്രാം വഴി ബന്ധപ്പെടുകയും ഞാനൊരു ഡയറക്ടർ ആണെന്ന് പറയുകയും ഞാൻ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ താങ്കൾക്ക് ഒരു സിനിമയിൽ ഹീറോയിൻ ആയിട്ട് ഒരു അവസരം തരാമെന്ന് പറയും. അവരുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം എന്ത് ചെയ്തു? ഇതായത് ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട് ഒരു ദിവസം എവിടെയായിട്ട് പിന്നീട് കാണുകയും അവിടെ വെച്ച് ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നല്ല, പലതവണ പീഡിപ്പിക്കുകയും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും അതിനുശേഷം എന്താണ് ഈ വീഡിയോ ലീക്കാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ വീണ്ടും പീഡിപ്പിച്ചു, ഇവളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളെന്ത് ചെയ്തു? ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്താണ് ഇവളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് 28 വയസ്സായ ഒരു പെൺകുട്ടിയെ 2020 മുതൽ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ പറയുന്ന 20 വയസ്സ് മുതൽ അവൻ പീഡനം തുടങ്ങി. അതായത് ഇവർ തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നുള്ളതാണ് ഇതിലുള്ള വാർത്ത. ഇങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യയും 2 മക്കളൊക്കെ ഉള്ള ഒരാളാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇനി മൊണാലിസയുടെ കേസ് എടുക്കാം. മൊണാലിസയും ഇതേ രീതിയിൽ വാഗ്ദാനം നൽകിയാണ് ഇവൻ ഗോഡ്ഫാദർ ചമഞ്ഞ് ഇവളെയും കൊണ്ട് നടക്കുന്നത്. മനസ്സിലായോ? ഇതേ രീതിയിൽ ഇപ്പം ഈ പറയുന്ന മൊണാലിസ കേരളത്തിൽ വന്നതിന് ശേഷം കുറച്ച് വിവാദവും കാര്യങ്ങളൊക്കെ ആയി. അതായത് ഇവളെ ഈ പറയുന്ന ഒരു നാടോടി പെൺകുട്ടിയെ കൊണ്ട് ഇത്രയും വലിയൊരു ജുവലറി ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തയും കാര്യങ്ങളൊക്കെ ആയപ്പോ എന്ത് ചെയ്തു? ഇവനെ കുറിച്ച്, ഇവന്റെ പഴയ ചരിത്രങ്ങളെ കുറിച്ചൊക്കെ പല അലിഗേഷനും വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇവൻ അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തെളിയിക്കും, ഞാൻ അങ്ങനെ ഒരാളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ വീഡിയോ വന്നു. അതിനോടൊപ്പം മൊണാലിസയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അവൻ ഈ പറയുന്ന ഈ മിശ്ര, ഈ പുള്ളി എന്താണ് സനോജ് മിശ്ര എന്റെ അച്ഛനെ പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, എന്റെ ഒരു ഗോഡ് ഫാദർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മൊണാലിസ തന്നെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇതേ രീതിയിൽ മൊണാലിസയെ ഏത് രീതിയിലാണ് ഇവരെ പ്രലോഭിപ്പിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന മറ്റു പെൺകുട്ടിയും ഇവൻ സിനിമ വാഗ്ദാനം നൽകി സിനിമയിൽ ഹീറോയിനായിട്ട് എന്ത് ചെയ്യാം, അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് പീഡിപ്പിച്ചു. അപ്പൊ മൊണാലിസയ്ക്കും ഇത് തന്നെയാണോ സംഭവിച്ചെന്ന്? കാരണം കൊച്ചുകുട്ടിയാണ്ടേ, അറിയാൻ പറ്റില്ല. ഏതാണ്ട് 14 ഈ പറയുന്ന 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവളുടെ കൂടെ കയറ്റി ഏതാണ്ട് 1 കൊല്ലം ഈ പറയുന്ന ഇപ്പോ ഈ
ഈ കുംഭമേളയിൽ വൈറലായതിനു ശേഷമാണ് ഇവളുടെ കൂടെ ചേർന്നത്. അപ്പം അതിനുശേഷം യവനും ഇതേ രീതിയിലുള്ള ചൂഷണം മൊണാലിസയെ ചെയ്തിട്ടുള്ളത് ഏതൊരു 90% ചാൻസ് ഉണ്ട്. കാരണം ആ പെൺകുട്ടിക്ക് അത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ നമുക്കറിയാലോ ഒരു നാടോടി പെൺകുട്ടിയാണ് അല്ലെ, നാടോടി പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഇവരെ ഇങ്ങനെ പോലെ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പുള്ളിയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ആ പ്രായമാണ്, അപ്പൊ അവരെ അറിയാതെ വീണു പോകും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഈ പറയുന്ന ഈ ഒരു കേസ് വന്നതിന് ശേഷം മൊണാലിസയുടെ രക്ഷകർത്താക്കളോട് ഈ പത്രപ്രവർത്തകർ എന്ന് ചോദിച്ചാൽ അവര് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: നമുക്ക് ഈ പറയുന്ന ഇങ്ങനെ ഒരു വാർത്തയെ കുറിച്ച് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഈ വാർത്തയെ പറ്റി നമുക്കൊരു വിവരവുമില്ല, പക്ഷെ എന്റെ മകൾ സേഫ് ആണ് എന്നാണ് ഈ മൊണാലിസയുടെ അച്ഛൻ പറയുന്നത്. എന്റെ മകൾ സേഫ് ആണ്, അവൾക്ക് ഇപ്പോഴും അവർക്ക് ഈ പറയുന്ന സംവിധായകൻ അല്ലെങ്കിൽ ഈ പറയുന്ന സനോജ് മിശ്ര എന്ന് പറയുന്ന സംവിധായകൻ നമ്മളെടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടത് എന്നുള്ള രീതിയിലാണ് അവളുടെ അച്ഛനും അമ്മയും റിപ്പോർട്ട് കൊടുത്തു, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുന്ന ഒരു ബൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഇതുപോലുള്ള ആൾക്കാർ, ഇവൻ പെണ്ണും കെട്ടി 2 മക്കളുമുള്ള കിളവൻ, ഏതാണ്ട് 19 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു കിളവനാണ്. അപ്പോൾ ഇവൻ ഇതുപോലുള്ള കൊച്ചു പിള്ളേരെ എന്ത് ചെയ്തു, സിനിമാ വാഗ്ദാനങ്ങൾ നൽകുകയും ഹീറോയിനായിട്ട് ഇവനെ ഇതുവരെയായിട്ട് ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിവ്. മനസ്സിലായോ? സിനിമ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു പണ്ടെങ്ങാനോ ഏതോ ഒരു പടം എന്തോ റിലീസ് ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ 8 നിലയിൽ പൊട്ടി. അതിനുശേഷം ഞാൻ സിനിമാ ഡയറക്ടറാണെന്ന് പറഞ്ഞ് പല പെൺകുട്ടികളെയും ഇവൻ ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ മൊണാലിസയും ഇതേ കാറ്റഗറിയിൽ തന്നെ ഇതുപോലെ ഈ പറയുന്ന നിലാരംഭരായ പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുകയും ആരെങ്കിലും എങ്ങനെയെങ്കിലും വയറലായ പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് നിങ്ങളൊക്കെ സിനിമാ വാഗ്ദാനം നൽകി കൊണ്ടുപോയി പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഇവന്റെ സ്ഥിരമായിട്ടുള്ള പരിപാടി. അവനിപ്പോൾ നോൺ ബെയിലബിൾ ആണ്, അതായത് എന്താണ്, ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചാണ് ഈ പറയുന്നവന് കേസെടുത്തിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും മൊണാലിസ ഇപ്പം സേഫ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും മൊണാലിസയും ഇതേ രീതിയിൽ ചൂഷണം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഒന്നാമത്തെ ഈ പറയുന്ന മറ്റു പെൺകുട്ടികളെക്കാൾ കുറച്ചും കൂടി പിന്നെ ഈസി ആയിരിക്കും ഇവിടെ പ്രലോഭിപ്പിക്കാൻ പറ്റും. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ നാടോടി പെൺകുട്ടിയാണ്, പിന്നെ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നു നിൽക്കുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ വാഗ്ദാനം നൽകുന്നു, എനിക്ക് അടുത്ത സിനിമയിൽ ഇവളാണ് എന്റെ നായിക എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന മൊണാലിസ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ഇവൻ ഈ മൊണാലിസയും കൊണ്ട് വന്നപ്പോഴേ നമ്മൾ ചോദ്യചിഹ്നം ഉയർത്തിയാണ്, എന്തുകൊണ്ട് ഈ ഡയറക്ടർ എന്ന് അല്ലെങ്കിൽ ഞാനൊരു സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഈ മൊണാലിസ എന്തിനിങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളൊരാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കൊരു ചെറിയ ഡൗട്ട് തോന്നിയിട്ട്, ഒരു ഡയറക്ടർ ആണെങ്കിൽ എന്തിന് തന്റെ ആ നായികയെ കൂടെ കൊണ്ട് നടക്കുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പൊ ഇതുപോലെ മൊണാലിസയും ചൂഷണം ചെയ്തോ എന്നുള്ളത് ഇനി തെളിയിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതുമല്ല ഈ പറയുന്ന പിന്നീട് രക്ഷകർത്താക്കൾ പറയുന്നു അവളെ പഠിപ്പിച്ച് അവളുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ കൊടുത്ത് ഏതാണ്ട് പ്രൈമറി വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 10+ വരെയൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഇവളെ ഹീറോയിനായിട്ട് പിന്നീട് സിനിമയിൽ അവസരം കൊടുക്കാം. അതുവരെ ഇവളുടെ എല്ലാ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ടിരുന്ന ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ ചെലവുകളും ഏറ്റെടുക്കുന്ന ഒരാളാണെങ്കിൽ, ഇതുപോലുള്ള ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇതുപോലുള്ള അവന്റെ സ്ഥിരം പരിപാടി ഇതാണെങ്കിൽ മൊണാലിസയ്ക്കും ഇതേ ഒരു അബദ്ധം സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായോ? കാരണം മൊണാലിസയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്, മനസ്സിലായല്ലോ, അവരുടെ ആ ഒരു പരിസ്ഥിതി അങ്ങനെയാണ്. സത്യം പറഞ്ഞ ഒരു നാടോടി പെൺകുട്ടിയാണ്. അപ്പൊ ഇതുപോലെ എന്തായാലും മൊണാലിസയ്ക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കും. അല്ലെങ്കിൽ മൊണാലിസയ്ക്ക് ഒരു ഭാഗ്യം ഉണ്ടായി, ഇതിപ്പോ നേരത്തെ അറിഞ്ഞു അവന്റെ ആ കുഴിയിൽ നിന്ന്, ആ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ടെങ്കിലും മൊണാലിസ ഇതുപോലെ പെൺകുട്ടികൾ ഇതുപോലെ പലരും, നിങ്ങളുമൊന്നും ആലോചിച്ചിരിക്കും, പലരും ഞാൻ അവിടെയാണ് മറ്റതാണ് മറിച്ചതാണ്, സിനിമയിൽ വാഗ്ദാനം തരാം, നീ സുന്ദരിയാണ്, നിനക്ക് വലിയ ഭാവിയാണ്, നിനക്ക് നാളത്തെ ഐശ്വര്യ റായിയാണ് നീ എന്നൊക്കെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പലരും വന്ന് അവരെയൊക്കെ ചതിക്കുഴിയിൽ വീണ് അവസാനത്തെ ഗതി ഇത് തന്നെയായിരിക്കും. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.